നമസ്കാരം. വെൽത്തി ലൈഫിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾക്കെല്ലാവർക്കും അറിയാം, കഴിഞ്ഞ കുറേ മാസങ്ങളായി ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യൻ മാർക്കറ്റിൽ നിന്നും സെല്ലിംഗ് നടത്തുകയാണ്. 2022 ഫിനാൻഷ്യൽ ഇയറിലെ ക്വാർട്ടർ 3യിൽ നിഫ്റ്റി 50യുടെ 74% കമ്പനികളിലും ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് അവരുടെ സ്റ്റേക്ക് ഹോൾഡിംഗ് കുറച്ചിട്ടുണ്ട്. അതേസമയം ഇതിനെ കൗണ്ടർ ചെയ്യുന്നതിന് വേണ്ടി നിഫ്റ്റി 50യിലെ 70% കമ്പനികളിൽ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് അവരുടെ സ്റ്റേക്ക് ഹോൾഡിംഗ് വർദ്ധിപ്പിച്ചതായിട്ടും കാണാൻ സാധിക്കും. ഇതുവരെ പുറത്തു വന്ന 144 കമ്പനികളുടെ റിവേഴ്സ്ഡ് ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ പരിശോധിച്ചാൽ അവിടെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് 86 കമ്പനികളിൽ സ്റ്റേക്ക് ഹോൾഡിംഗ് കുറയ്ക്കുകയും 56 കമ്പനികളിൽ സ്റ്റേക്ക് ഹോൾഡിംഗ് ഉയർത്തുകയും 2 കമ്പനികളിൽ അവരുടെ സ്റ്റേക്ക് ഹോൾഡിംഗ് നില മാറ്റമില്ലാതെ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നതായിട്ടും കാണാൻ സാധിക്കും. ഒരു സ്റ്റോക്കിനെ ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടി പരിഗണിക്കുന്നതിന് മുൻപേ ആ സ്റ്റോക്കിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ പ്രസൻസും ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഷെയർ ഹോൾഡിംഗ് പാറ്റേണിൻ്റെ ട്രെൻഡ് മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം ഒരു റീറ്റെയിലർ ഇൻവെസ്റ്റേഴ്സിന് ആക്സസ് ചെയ്യാവുന്നതിലും ഏറ്റവും മികച്ച റിസർച്ച് ഡേറ്റയും കൺവിക്ഷൻസും ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ പക്കലുള്ളതായിട്ട് നമ്മൾക്കെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഇന്നത്തെ വീഡിയോയിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് കഴിഞ്ഞ ക്വാർട്ടറിൽ അവരുടെ ഷെയർ ഹോൾഡിംഗ് പാറ്റേണിൽ കുറവ് വരുത്തിയ അല്ലെങ്കിൽ അവരുടെ സ്റ്റേക്ക് ഹോൾഡിംഗിൽ കുറവ് വരുത്തിയ 4 കമ്പനികളെക്കുറിച്ചും അതുപോലെ തന്നെ കഴിഞ്ഞ ക്വാർട്ടറിൽ അവരുടെ സ്റ്റേക്ക് ഹോൾഡിംഗ് ഉയർത്തിയ 5 കമ്പനികളെക്കുറിച്ചുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഡീറ്റെയിൽഡ് വീഡിയോ അനാലിസിസിലേക്ക് കടക്കുന്നതിന് മുൻപ് വെൽത്തി ലൈഫ് എന്ന ചാനൽ നിങ്ങൾ ആദ്യമായാണ് വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ചാനലിൻ്റെ സൈഡിൽ നിന്നും വിവിധ ട്രേഡ് ഇൻസൈറ്റ്സ്, മാർക്കറ്റ് അപ്ഡേറ്റ് എന്നിവ ലഭിക്കുന്നതിന് ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. 2022 ഫിനാൻഷ്യൽ ഇയറിലെ ക്വാർട്ടർ 3യിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യൻ മാർക്കറ്റിൽ നിന്നും $10.8 ബില്യൺ സെല്ലിംഗ് ആണ് നടത്തിയത്. ഇതിനെ കൗണ്ടർ ചെയ്യുന്നതിന് വേണ്ടി ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് പല കമ്പനികളിലും അവരുടെ സ്റ്റേക്ക് ഇൻഫ്ലോ വർദ്ധിപ്പിച്ചിട്ടുമുണ്ട്. നിഫ്റ്റി 50യിലെ ഡേറ്റ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ 37 കമ്പനികളിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് അവരുടെ സ്റ്റേക്ക് ഹോൾഡിംഗ് കുറയ്ക്കുകയും 13 കമ്പനികളിൽ സ്റ്റേക്ക് ഹോൾഡിംഗ് കൂട്ടുകയും ചെയ്തു. അതേസമയം ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് 35 കമ്പനികളിൽ അവരുടെ സ്റ്റേക്ക് ഹോൾഡിംഗ് കൂട്ടുകയും 14 കമ്പനികളിൽ സ്റ്റേക്ക് ഹോൾഡിംഗ് കുറയ്ക്കുകയും ചെയ്തു. അതുപോലെ തന്നെ പ്രധാന സെക്ടറുകൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം പ്രൈവറ്റ് ബാങ്ക് സെക്ടറിൽ 20% വെയിറ്റേജ് ആണ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിനുള്ളത്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിന് ഈ സെക്ടറിൽ 15% വെയിറ്റേജ് ഉള്ളതായിട്ടും കാണാൻ സാധിക്കും. ഇവിടെ പ്രൈവറ്റ് ബാങ്കിംഗ് സെക്ടറിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് 1.2% വെയിറ്റേജ് റെഡ്യൂസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ടെക്നോളജി സെക്ടറിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിന് 14.7% വെയിറ്റേജും ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിന് 11.8% വെയിറ്റേജുമാണ്. NBFC സെക്ടറിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിന് 11.8% വെയിറ്റേജും ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിന് 7.5% വെയിറ്റേജുമാണ്. ഓയിൽ ആൻഡ് ഗ്യാസ് സെക്ടറിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിന് 10% വെയിറ്റേജും ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിന് 9% വെയിറ്റേജുമാണ്. കൺസ്യൂമർ സെക്ടറിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിന് 7.2% വെയിറ്റേജും ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിന് 9.2% വെയിറ്റേജുമാണ്. ഇവിടെ ടെക്നോളജി സെക്ടർ ഒഴികെ ബാക്കി എല്ലാ സെക്ടറിലും ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് അവരുടെ വെയിറ്റേജ് കുറച്ചു കൊണ്ടുവന്നതായിട്ട് കാണാൻ സാധിക്കും. ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റ്, ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സും ടെക്നോളജി സെക്ടർ ഒഴികെ ബാക്കി എല്ലാ സെക്ടറിലും അവരുടെ സ്റ്റേക്ക് ഹോൾഡിംഗ് കുറച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് ടെക്നോളജി സെക്ടറിലേക്ക് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സും ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സും ബുള്ളിഷ് ആണ് എന്ന് വേണം നമ്മൾ അനുമാനിക്കാൻ. ഇനി നമ്മൾക്ക് പരിശോധിക്കാം ഏതൊക്കെ സ്റ്റോക്കുകളിലാണ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് അവരുടെ സ്റ്റേക്ക് ഹോൾഡിംഗ് കുറച്ചത് എന്ന്. ഇവിടെ ഒന്നാമത്തെ സ്റ്റോക്കായിട്ട് നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത് ICICI ബാങ്ക് ആണ്. ഏകദേശം 5,61,683 കോടിയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള ഈ സ്റ്റോക്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് അവരുടെ സ്റ്റേക്ക് ഹോൾഡിംഗ് 47% നിന്നും 45.30% കുറച്ചിട്ടുണ്ട്. ഇതിനെ കൗണ്ടർ ചെയ്യുന്നതിന് വേണ്ടി ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് 42.49% നിന്നും അവരുടെ സ്റ്റേക്ക് ഹോൾഡിംഗ് 43.75% ഉയർത്തുകയും ചെയ്തിട്ടുണ്ട്. ഈ ബാങ്കിൻ്റെ റിട്ടേൺ റേഷ്യോസ് നോക്കുകയാണെങ്കിലും റിട്ടേൺ ഓൺ ഇക്വിറ്റി നോക്കുകയാണെങ്കിലും മികച്ച റിട്ടേൺ റേഷ്യോസ് തന്നെയാണ് കാണാൻ സാധിക്കുക. അതോടൊപ്പം തന്നെ വാല്യൂഷൻ പോയിന്റ് ഓഫ് വ്യൂവും ഈ സ്റ്റോക്ക് ഒരു മികച്ച സ്റ്റോക്ക് തന്നെയാണ്. രണ്ടാമത്തെ സ്റ്റോക്ക് ഹീറോ മോട്ടോർ കോർപ്പാണ്. ഹീറോ മോട്ടോർ കോർപ്പിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് 32.28% നിന്നും അവരുടെ സ്റ്റേക്ക് ഹോൾഡിംഗ് 29.57% കുറച്ചിട്ടുണ്ട്.
ഇതിനെ കൗണ്ടർ ചെയ്യുന്നതിന് വേണ്ടി ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് 21.97% നിന്നും അവരുടെ സ്റ്റേക്ക് ഹോൾഡിംഗ് 23.69% ഉയർത്തിയിട്ടുണ്ട്. 3629 രൂപയിൽ നിന്നും ഈ സ്റ്റോക്ക് ഇപ്പോൾ ഡിസ്കൗണ്ട് പ്രൈസായ 2779 രൂപയിലാണ് സെയിൽ ചെയ്യുന്നത്. മൂന്നാമത്തെ സ്റ്റോക്ക് ഇൻഡസ്ഇൻഡ് ബാങ്കാണ്. ഇൻഡസ്ഇൻഡ് ബാങ്കിൻ്റെ കഴിഞ്ഞ 3 ക്വാർട്ടർ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് തുടർച്ചയായി ഇവിടെ സ്റ്റേക്ക് ഹോൾഡിംഗ് കുറച്ചുകൊണ്ട് വരുന്നതായിട്ട് കാണാൻ സാധിക്കും. 2021 ജൂൺ ക്വാർട്ടറിൽ 52% സ്റ്റേക്ക് ഹോൾഡിംഗ് ആയിരുന്നു ഈ കമ്പനിയിൽ അല്ലെങ്കിൽ ഈ ബാങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിനുണ്ടായിരുന്നത്. ഇപ്പോഴത് 47.65% മാറിയിരിക്കുന്നു. അതേസമയം ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് 17% നിന്നും 20% അവരുടെ സ്റ്റേക്ക് ഹോൾഡിംഗ് ഉയർത്തിയതായിട്ടും കാണാൻ സാധിക്കും. ഈ ക്വാർട്ടറിൽ ഏറ്റവും അധികം ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് സെല്ലിംഗ് നടത്തിയ ഒരു സ്റ്റോക്കാണ് IPCL ലബോറട്ടറീസ് എന്ന സ്റ്റോക്ക്. IPCL ലബോറട്ടറീസിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ സ്റ്റേക്ക് ഹോൾഡിംഗ് 18% നിന്നും 12% ഇടിഞ്ഞിരിക്കുന്നു. അതേസമയം ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഏറ്റവും അധികം ബൈയിങ് നടത്തിയതും IPCL ലബോറട്ടറീസ് എന്ന സ്റ്റോക്കിൽ തന്നെയാണ്. അവരുടെ സ്റ്റേക്ക് ഹോൾഡിംഗ് 25.24% നിന്നും 30.02% ഉയർന്നതായിട്ട് നമ്മൾക്ക് കാണാൻ സാധിക്കും. ജനറലി ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ സെല്ലിംഗ് നടത്തിക്കൊണ്ടിരിക്കുമ്പോഴും ചില സ്റ്റോക്കുകളിൽ അവരവരുടെ സ്റ്റേക്ക് ഹോൾഡിംഗ് വർദ്ധിപ്പിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇങ്ങനെ കാണുന്ന ഒന്നാമത്തെ സ്റ്റോക്കാണ് റിയൽ എസ്റ്റേറ്റ് സെക്ടറിലെ ഒരു സ്റ്റോക്കായ മാക്രോടെക് ഡെവലപ്പേഴ്സ് അല്ലെങ്കിൽ ലോധ എന്ന സ്റ്റോക്ക്. ഈ സ്റ്റോക്കിൽ 2021 സെപ്റ്റംബർ ക്വാർട്ടറിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിന് 8.7% സ്റ്റേക്കായിരുന്നു. ഇപ്പോഴത് 15.27% ഉയർന്നിട്ടുണ്ട്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിന് 1.07% സ്റ്റേക്കായിരുന്നു. ഇപ്പോഴത് 1.18% വർദ്ധിച്ചതായിട്ട് കാണാൻ സാധിക്കും. രണ്ടാമത്തെ സ്റ്റോക്ക് പ്ലാസ്റ്റിക് പ്രോഡക്റ്റുകൾ നിർമ്മിക്കുന്ന സുപ്രീം ഇൻഡസ്ട്രീസ് എന്ന സ്റ്റോക്കാണ്. ഈ കമ്പനിയിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിന് 10% സ്റ്റേക്ക് ഹോൾഡിംഗ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോഴത് 16.16% വർദ്ധിച്ചിട്ടുണ്ട്. ഇവിടെ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ സ്റ്റേക്ക് ഹോൾഡിംഗ് ഇടിഞ്ഞതായിട്ട് കാണാൻ സാധിക്കും. 25% നിന്നും അവരുടെ സ്റ്റേക്ക് ഹോൾഡിംഗ് 19.70% ഇടിഞ്ഞിരിക്കുന്നത്. ഏകദേശം 25,721 കോടിയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള ഈ സ്റ്റോക്കും ഒരു ഡിസ്കൗണ്ട് പ്രൈസിലാണ് ഇപ്പോൾ ലഭിക്കുക. അതായത് 2,694 രൂപയുടെ ഓൾ ടൈം ഹൈയിൽ നിന്നും ഈ സ്റ്റോക്ക് 2,000 എന്ന പ്രൈസ് റേഞ്ചിൽ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നു. മൂന്നാമത്തേത് PSU സെക്ടറിലെ ഒരു സ്റ്റോക്കായ കാനറ ബാങ്കാണ്. കാനറ ബാങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് തുടർച്ചയായി അവരുടെ സ്റ്റേക്ക് ഹോൾഡിംഗ് ഉയർത്തുന്നതായിട്ട് കാണാൻ സാധിക്കും. 2021 ജൂൺ ക്വാർട്ടറിൽ 3% സ്റ്റേക്ക് ഹോൾഡിംഗ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോഴത് 7.6% മാറിയിരിക്കുന്നു. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് 14% നിന്നും 13% അവരുടെ സ്റ്റേക്ക് ഹോൾഡിംഗ് കുറച്ചതായിട്ട് കാണാൻ സാധിക്കും. നാലാമത്തെ സ്റ്റോക്ക് മാക്സ് ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ഇവിടെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ സ്റ്റേക്ക് ഹോൾഡിംഗ് 14.2% നിന്നും 16.67% ഉയർന്നിട്ടുണ്ട്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ സ്റ്റേക്ക് ഹോൾഡിംഗും ഇവിടെ വർദ്ധിച്ചതായിട്ട് കാണാൻ സാധിക്കും. 8.7% നിന്നും 15.67% ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ സ്റ്റേക്ക് ഹോൾഡിംഗ് വർദ്ധിപ്പിച്ചത്. അതുപോലെ തന്നെ ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ് എന്ന സ്റ്റോക്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ സ്റ്റേക്ക് ഹോൾഡിംഗ് 18% നിന്നും 20% വർദ്ധിച്ചതായിട്ട് കാണാൻ സാധിക്കും. സമ്മറി നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ലോധ അല്ലെങ്കിൽ മൈക്രോടെക് ഡെവലപ്പേഴ്സ്, സുപ്രീം ഇൻഡസ്ട്രീസ്, കാനറ ബാങ്ക്, മാക്സ് ഹെൽത്ത് കെയർ, HPCL ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ് ഈ സ്റ്റോക്കുകളിലാണ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് അവരുടെ സ്റ്റേക്ക് ഹോൾഡിംഗ് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.